ഈ വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയകളിൽ വൈറ്റമിൻ ഡിയുടെ വർക്കുണ്ട്. വൈറ്റമിൻ ഡി നമ്മുടെ മുടി കൊഴിച്ചിൽ തൊട്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തെ തൊട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയെ തൊട്ട് അങ്ങനെ ഒരുപാട് മേഖലകളിൽ കൂടി കടന്നു പോകുന്ന ഒരു വൈറ്റമിനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിനാണ്. ഈ വൈറ്റമിൻ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. സൺലൈറ്റ് വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മൾ വൈറ്റമിൻ ഡി. ഇത് കിട്ടാൻ നമുക്ക് ദിവസത്തിൽ ഒരു അരമുക്കാൽ മണിക്കൂർ സൺലൈറ്റ് എക്സ്പോഷർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ രാവിലെ നമ്മളൊരു ഇളം വെയിൽ അല്ലെങ്കിൽ വൈകുന്നേരത്തുള്ള വെയിലിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു രാവിലെ 10 മണിക്കായിരിക്കാം. അപ്പോൾ ഈ 10 മണി സമയത്ത് നമ്മൾ വെയിൽ സൺലൈറ്റ് എക്സ്പോസ്ഡ് ആവുക. നമ്മുടെ ശരീരത്തിലെ സ്കിന്ന് നേരിട്ട് ഈ വെയിൽ വീഴുന്ന രീതിയിൽ നമ്മൾ വേണം എക്സ്പോസ്ഡ് ആവാൻ. ഈ വൈറ്റമിൻ ഡി നമുക്ക് ദിവസത്തെ റിക്വയർമെൻറ്റ് ഒരു 2000 യൂണിറ്റോളം വേണം. അത് കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്രെയിനിൽ എൻഡോർഫിൻ ഹോർമോൺസും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലിനുള്ളതും അത് വരാതിരിക്കാനും അതുപോലെ നമ്മുടെ മറ്റ് മാനസിക ആരോഗ്യങ്ങൾക്കും എല്ലാത്തിനും വൈറ്റമിൻ ഡിയുടെ ആവശ്യം വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണങ്ങളും ശരീരത്തിൽ വേദനകളും അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷനും അങ്ങനെ പല പല പ്രശ്നങ്ങളും, ക്ഷീണം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് അത് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ ക്ലിനിക്കിൽ കുട്ടികളെ വൈറ്റമിൻ ഡി നോക്കുമ്പോൾ എപ്പോഴും 9, 10 കാണാറുള്ളൂ. ശരിക്കും പറഞ്ഞൊരു 50, 60, 70, 100 നിൽക്കേണ്ട ഒരു സാധനം ഇത്രയും കുറവ് കാണുമ്പോഴേ കുഞ്ഞിൻ്റെ വളർച്ചയെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമാണ് ബോൺ പെയിൻ, രാത്രിയിൽ കാലുവേദനകൾ, അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഫ്രാക്ചറുകൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനെല്ലാത്തിനും നമുക്ക് ഈസി ആയിട്ടുള്ള പ്രതിവിധിയാണ് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.